ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരപ്രഖ്യാപനം കൊടുക്കുന്ന ഒരു ഘടനയാണ് കൊടുക്കുന്നത്. ഈ സമരം മുമ്പോട്ട് ഇതുകൊണ്ട് അവസാനിക്കും. ധർമ്മയും ഓടൊപ്പം തന്നെ സമരപ്രഖ്യാപനങ്ങൾ പോകുന്നതാണ്. ഈ സമരപ്രഖ്യാപനത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് ഓരോ ഗ്രേഡുകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ജീവനക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യമില്ലാത്ത പല ഗ്രേഡുകൾ മാണാവൂർ, ആലപ്പുഴ, കോട്ടയം എന്ന് വേണ്ട ഈ കേരളത്തെ അനുഭവങ്ങളുള്ള എല്ലാ സ്റ്റേറ്റുകളും പരിശോധിച്ചാൽ ജീവനക്കാരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളത് നമ്മുടെ ജീവനക്കാരുടെ യാത്രാ ക്ലേശങ്ങളെ കുറിച്ച് സംസാരിക്കുവാനെ കൊണ്ട് അദ്ദേഹം നിങ്ങളോടൊക്കെ സമഗ്രമായി സംസാരിക്കുന്നതാണ്. പിന്നെ അഡ്വക്കേറ്റ് ബാബു പ്രസാദ് എം എൽ എ, ശ്രീ വിഷ്ണുനാഥ് എം എൽ എ, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശ്, അഡ്വക്കേറ്റ് വി സുഗതൻ, അഡ്വക്കേറ്റ് കോശി എം കോശി, ശ്രീ ജി മുകുന്ദൻപിള്ള, എം എൻ ചന്ദ്രപ്രകാശ്, കെ എൻ സെയ്ദ് മുഹമ്മദ്, ശ്രീ അലക്സ് മാത്യു, ശ്രീ നാരായണൻകുട്ടി മുതലായ രാഷ്ട്രീയ നേതാക്കളും ഈ സംഘടനയുടെ കരുത്തരായ നേതാക്കളായിരിക്കുന്ന NGO അസോസിയേഷൻ്റെയും കോട്ടാത്തല മോഹനൻ, കെ വി മുരളി എന്നിവരും ഈ സംഘടനയുടെ കൊല്ലത്തെ നേതാവും ഈ സംഘടന ഗവേണിംഗ് ബോഡി മെമ്പറുമായിരിക്കുന്ന കെ സുകുമാരൻ, പുളിങ്ങന്തലെ തോമസ് ചാക്കോ, ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സിന്ദാബാദ്, ആദരണീയനായ ആദരണീയനായ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തരായ നേതാവും കേരളത്തിലെ സമാധാനനായ പ്രതിപക്ഷ നേതാവുമായ ആദരണീയനായ ശ്രീ എ ശിശുവാണ് ആലപ്പുഴയിലെ പ്രിയങ്കരനായ നീത്ത എം എൽ എ, DCC പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ശ്രീ KS വാസുദേവ ശർമ്മ അവർ, ആദരണീയരായ ശ്രീ KC വേണുഗോപാൽ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്കരായ MLA മാർ അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസിന്റെ മാർച്ച് ഇൻസ്പെക്ടർ ഓഫ് ബോർഡ്സ് ഓഫീസ് അംഗങ്ങളിൽ നിന്നും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ AICC മെമ്പർ പ്രൊഫസർ ജി ബാലചന്ദ്രൻ, ആദരണീയനായ
വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ, പ്രവർത്തകർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ജനാധിപത്യ സംഘടനകളുടെയും ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങളെ, ബാക്ക് വാട്ടറിൽ ജലഗതാഗതം നടത്തുന്ന സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ബാക്ക്വേർഡ് ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുകയാണ്. 1968 ഡിപ്പാർട്ട്മെന്റായി അംഗീകരിച്ച SWTD നട്ടം തിരിയുകയാണ്. അറുചട്ടിയിൽ നിന്നും മറുചട്ടിയിലേക്ക് എന്ന് പറയുന്ന കണക്ക് ഏതാണ്ട് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും കർഷക തൊഴിലാളികളും വ്യാപാരികളും അടങ്ങുന്ന 1.5 ലക്ഷത്തിലേറെ ജനസമൂഹം ആശ്രയിക്കുന്നത് ഈ ജലഗതാഗത വകുപ്പിനെയാണ്. അവർ വിദ്യാലയങ്ങളിലെത്താൻ, അവർ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്താൻ, അവർ ഉദ്യോഗ മണ്ഡലങ്ങളിലേക്ക് എത്താൻ ആകെയായിട്ടുള്ള 1.5 ലക്ഷത്തിലേറെ വരുന്ന കേരളക്കരയിലെ പൊതുജന സമൂഹത്തിന് ആശ്രയം സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്നിരിക്കെ നമുക്കറിയാം 1968 ഈ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നതിന് മുമ്പ് 46 മുതലാളിമാരാണ് ഈ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അത് സൂചിപ്പിക്കുന്നത് പോലെ 2009 നവംബർ 12 ആയിട്ടും ഈ ഡിപ്പാർട്ട്മെന്റിന് ആകെ ഉള്ളത് 46 ബോട്ടുകൾ മാത്രമാണ്. 1.5 ലക്ഷത്തിലേറെ വരുന്ന ജനസാമാന്യരെ ഉള്ളത് 46 ബോട്ടുകളാണ്. അതിൽ 15 എണ്ണം തടി ബോട്ടുകൾ, 15 എണ്ണം സ്റ്റീൽ ബോട്ടുകൾ, ബാക്കി ഫൈബർ ബോട്ടുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വിദ്യാലയങ്ങളിലും സർക്കാരും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മരം മുറിച്ചാൽ ഒരു മരം വെക്കണമെന്നാണ്. എന്നാൽ 16 ബോട്ടുകൾ ലേലം ചെയ്ത് മാറ്റി കിട്ടും. 16 ബോട്ടുകൾ ഞാൻ ഉദാഹരണം പറയുകയാണ്. നെടുമുടിയിൽ 5 മണിക്കൂർ ബോട്ട് തുടങ്ങിയാൽ 5:15 അടുത്ത ബോട്ട് തുടങ്ങുമ്പോൾ 3 ബോട്ടിൽ കയറാനുള്ള ആളുകളാണ് വരുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നിരക്കുണ്ട്, ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഓരോ സ്റ്റേഷനിലും കേരളക്കരയിലെ പയ്യന്നൂർ മുതൽ കൊല്ലം വരെയുള്ള ഓരോ സ്റ്റേഷനിലും പോയാൽ ഒരു ബോട്ടിക്കല്ലായാൽ അടുത്ത ബോട്ട് വരുമ്പോൾ അവിടെ ദുരന്തം നമ്മൾ മാടി വിളിക്കുകയാണ്. ദൈവഭാഗ്യം കൊണ്ടാണ് ഓരോ ദുരന്തങ്ങൾ രക്ഷപ്പെടുന്നത്. പത്രത്തിൽ നമ്മൾ വായിച്ചു, വൈകിട്ട് അതുപോലെ തന്നെ മാനാവളിയിലെ യാത്രക്കാർ ജീവനക്കാരെ മർദ്ദിച്ചു, അവരുടെ ഓഫീസിൽ അവരെ പൂട്ടിയിട്ടു. 3 മണിക്ക് കാരണം മണിക്കൂറുകളായി പൊരിവെയിലത്ത് യാത്രക്കാർ കാത്തുനിൽക്കുകയാണ്. 75 യാത്രക്കാർ പോയാൽ ബാക്കി 200-ലധികം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലെത്തുവാൻ, അധ്യാപകർ സ്കൂളിലെത്തുവാൻ, ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തുവാൻ, കച്ചവടക്കാർ അവരിലാകുന്നു. പകരമിടാൻ ഒരു സ്പെയർ ബോട്ട് പോലുമില്ല. ഇങ്ങനെ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുചട്ടിയിൽ നിന്ന് മറുചട്ടിയിലേക്ക് ജനസാമാന്യം എത്തിച്ചേർന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറയെ നയിക്കുന്നു. അതുകൊണ്ട് സത്വര നടപടി വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ശ്രദ്ധയുണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസ് ഈ വകുപ്പിലെ എല്ലാ കാറ്റഗറി ജീവനക്കാരെയും ഒരു കുടിക്കീഴിൽ അണിനിരത്തിയിരിക്കുന്ന സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ജീവനക്കാർ ആവശ്യത്തിന് ജീവനക്കാരില്ല, അല്ലെങ്കിൽ അതുപോലെ കൂലിവേലയ്ക്ക് കിട്ടുന്ന പണം ബാക്കി 50 പൈസ ചായക്ക് 1.5 രൂപ ഉള്ളപ്പോഴാണ് ബാക്കി 50 പൈസ ആയിരുന്നത്. ഇന്ന് ചായക്ക് 4 രൂപയായപ്പോഴും ആ ബാക്കി 1.5 രൂപയിൽ 12 വർഷമായി കിടക്കുന്നു. അതുപോലെ ഒത്തിരി ആനുകൂല്യങ്ങൾ അത് അനുഭവിച്ചു നൽകുക. ജീവനക്കാരുടെ കാലോചിതമായ ആദരണീയനായ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ നമുക്കറിയാമോ. ഇന്ന് MLA ശ്രീ A.A. ശുക്കൂർ അവർക്കും മറ്റു വാസുദേവ ശർമ്മ, അതുപോലെ തന്നെ ആദരണീയനായ ആക്ടിംഗ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോശി തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി വരുമാനമുണ്ട്. ഈ മഹത്തായ ധർണയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ആദരണീയനായ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശുക്കൂർ MLA,
ശ്രീ ഭാസ്കര ശർമ്മ, മറ്റ് അസോസിയേഷനിലെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ ഭാരവാഹികളെ ഇന്നത്തെ ധർമ്മയിൽ പങ്കെടുക്കുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ധർമ്മ അത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ ധർമ്മയിൽ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിന് സമൂഹത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചില അടിയന്തര ആവശ്യങ്ങളുണ്ട്. ദുരന്തം ഏറ്റവും ദുഃഖകരമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് നാളുകളുടെ എത്ര ലാഘവപ്പെടുത്തിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സുരക്ഷയിൽ നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ വരുത്തുന്ന വീഴ്ചകൾ എന്ന് വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ലഹരി ബോർഡുകൾ. അതിന്റെ ഡിസൈൻ തയ്യാറാക്കിയതിൽ, അതിലെ ജീവനക്കാരെ നിയോഗിച്ചതിൽ, അത് സർവീസ് നടത്തുന്നതിൽ കാണിച്ച അപാകതകൾ, വീഴ്ചകൾ അങ്ങനെ നോക്കുമ്പോൾ തുടക്കം മുതൽ അപകടം സംഭവിക്കുന്നത് വരെയുള്ള നടപടികൾ, നിരന്തരമായ വീഴ്ചകൾ, അതാണ് നമ്മുടെ സംസ്ഥാനത്തിൽ നാണക്കേടുണ്ടാക്കിയ, അപമാനകരമായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായി 45 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായി. ഇന്നും ഒന്നും തൃപ്തികരമല്ല എന്നാണ് നിങ്ങൾ നടത്തുന്ന ഈ ധാരണയെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന ബോട്ടുകളുടെ സുരക്ഷ പൂർണ്ണമായും പാലിക്കുന്നത് വീഴ്ച വെച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കരിമീനെത്തിക്കൊണ്ടിരിക്കുക. അത് ചൂണ്ടിക്കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് വാങ്ങിച്ചു. ഇപ്പൊ അതിന്റെ കേസും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ദുരന്തം വന്നതിന് ശേഷം സുരക്ഷാ രംഗത്തെ അപാകതകൾ, പാലിച്ചകൾ വളരെ ഗൗരവമായിട്ടുള്ളതാണ്. അത് ഇന്ന് വിദഗ്ധന്മാർ പോലും അത് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതിന് ഒരു പരിഹാരവും ആയിരിക്കും. സുരക്ഷാ നടപടികൾ ഒരു വീഴ്ച പോലും വരാത്ത വിധത്തിൽ സ്വീകരിച്ചേ മതിയാണ്. പിന്നീട് എങ്ങനെയുള്ള അപാകതകൾ, അതിന്റെ പോരായ്മകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ആവശ്യത്തിന് ബോട്ടുകളില്ലെങ്കിൽ യാത്രക്കാർ തിരിക്കലും മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് വരുന്ന ബോട്ടിൽ കയറാൻ പറ്റില്ലെന്ന് കണ്ടാൽ അവർ അസ്വസ്ഥരാകും. പെട്ടെന്ന് പോകണം എന്നുള്ള താല്പര്യത്തിന്റെ പേരിൽ പലപ്പോഴും സ്വന്തം ജീവന്റെ സുരക്ഷ പോലും കണക്കിലെടുക്കാതെ ആളുകൾ കൂടുതൽ കയറി വരും. അതിനുള്ള പോംവഴി സ്വയം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാവില്ല. അതിനുള്ള പോംവഴി ആവശ്യത്തിനുള്ള ബോട്ടുകൾ അത് വെള്ളത്തിൽ നടക്കുക, അതിന് എല്ലാ സമയവും നടത്തി വാർത്തയാക്കി നിലനിർത്തുക. പക്ഷെ ആ രംഗത്തും വളരെയധികം പോരായ്മകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിലും, സുരക്ഷയുടെ കാര്യത്തിലും ആവശ്യത്തിന് ബോട്ടുകൾ സർവീസ് നടത്തുന്ന കാര്യത്തിലും ഗവൺമെന്റ് ഇന്ന് നടത്തുന്ന ഗുരുതരമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കുറവ്, ജോലിഭാരം കൂടുതൽ, നിരവധി പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തിയേ മതിയാകും. ഇന്നത്തെ നിങ്ങൾ നടത്തുന്ന ധർണ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്, അടിയന്തരമായ പരിഗണനയെ കൊണ്ടുവരുന്നതിന് ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ധർണ പരിപാടി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്നത്തെ ധർണ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം